സാമവേദം പാലാഴി ചേലോടെ പായും പമ്പേ, അതിലെ അനുപല്ലവി ആണ് ഏറ്റവും കൂടുതൽ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ പാലാഴിച്ചേലോടെ പായും പമ്പേ. കുട്ടികൾക്ക് വേണ്ടി പാടുന്ന ചില പാട്ടുണ്ട്. കൊമ്പനാന കുട്ടപ്പ, പൂവൻ കോഴി, പിന്നെ അതുപോലെ വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ. ഇതിന്റെയൊക്കെ വ്യൂവേഴ്സ് എത്രയായിരിക്കും വെറുതെ ഒന്ന് പറഞ്ഞു. അയ്യോ കുറെ മില്യണ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ. ഞാൻ ഇന്ന് നോക്കിയപ്പോ 22 കോടിയാണ്. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ. പാട്ടെഴുത്തൊരു വലിയ കാര്യമാണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. ഒരു വലിയ കവിത എഴുതി ഏതെങ്കിലും ഒരു മാസികയിൽ വന്ന് അതൊരു 4-5 പേര് വായിച്ച് അത് മുഴുവൻ പോലും വായിക്കൂലത്. ഈ വെട്ടം കഴിഞ്ഞിട്ട് പ്രിയദർശൻ സാർ പിന്നെ മലയാളത്തിൽ സിനിമ എടുത്തില്ല. കാര്യം അദ്ദേഹം ഹിന്ദിയിൽ ഒരുപാട് സജീവമായി. ഹിന്ദിയിൽ സജീവമാകുന്ന അതെ 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 പിന്നീട് 5-6-7 വർഷം കഴിഞ്ഞിട്ടാണ് അറബി ഒട്ടം എന്ന സിനിമ എടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഓർത്തു MG ശ്രീകുമാറാണ് അതിന് കാരണം കേട്ടോ. അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത 15 സിനിമയോളം ഉണ്ട്. അതിലേകദേശം 12-13 സിനിമയിൽ ഞാനാണ് പാട്ട് എഴുതിയത്. ഇപ്പം രാജീവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംവിധായകൻ വരികയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാട്ട് വേണം, അതിപ്പോൾ പറയുമ്പം ഇന്ന പോലത്തെ ഒരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം രാജീവേട്ടനെ എഴുതാനിരിക്കുമ്പോൾ എങ്ങനെ പോലും ചിലപ്പോൾ ആ പാട്ട് പോലെ ആയിപ്പോകും എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിൽ വരാറുണ്ടോ? അല്ല, എപ്പോഴും ഒരു മുൻകാല മാതൃക എല്ലാ കാലത്തും എല്ലാവരും പിന്തുടർന്നിട്ടുണ്ട്. അല്ലാതെ ഒരു മുൻകാല മാതൃകയില്ലാതെ ആരും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു തുടക്കകാലത്ത് ആരെങ്കിലും, മനസ്സിലായില്ലേ? കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ കാലത്തും വന്നവർക്ക് ഉള്ള വെല്ലുവിളി. അപ്പോൾ ഒരാളൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മൾ ഇരിക്കാൻ പിന്നെ പാട്ട് എഴുതാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സംഗീത സംവിധായകനോ ആരായാലും നമുക്ക് എന്ത് പുതുമ ഉണ്ടാക്കാനൊക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഇത് ഒരുപാട് വലിയ വലിയ ആൾക്കാർ ചെയ്തു പോയ സ്ഥലമാണ്. നമ്മളെക്കാൾ വലിയ വലിയ ആൾക്കാർ ഇവിടെ അടയാളപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് അടയാളപ്പെടാൻ ഭാഗ്യം ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹരിഹരൻ പിള്ളയിൽ നമ്മൾ പാട്ട് എഴുതുന്നു. ഇത്രയും പേര് ഞാൻ പറഞ്ഞ ഒരുപാട് പേർക്കൊന്നും പിന്നീട് സിനിമയിൽ സജീവമാകാൻ കഴിഞ്ഞു. എനിക്ക് മാത്രമാണ് 10-130 പടത്തിൽ പാട്ട് എഴുതി ഹരിഹരൻ പിള്ളയിലെ പുതുമുഖങ്ങളിൽ പാട്ടെഴുതാൻ കഴിഞ്ഞത്. സ്റ്റീഫനൊക്കെ പിന്നെ വലിയ രീതിയിൽ വേറെ രീതിയിൽ പെർഫോമറായി മാറി. പക്ഷെ എനിക്കങ്ങനെ ആകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഹരിഹരൻ പിള്ളയോ ഒരു വെട്ടത്തിലെ ആദ്യ പാട്ടോ ഒക്കെ കഴിഞ്ഞ് നിന്നു പോയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സംസാരിക്കാനാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ അറിയാതെ തന്നെ ഒരു ആർജിത പുണ്യവും ആർജിത സർഗ വൈഭവവും ഒക്കെ ഉണ്ട്. നമ്മൾ അറിയാതെ വന്ന് പെട്ടിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും പാട്ട് എഴുതാൻ കൂട്ടി നോക്കുമ്പോൾ 14,000 പാട്ടായേ. കാര്യം ഈ 300 CD എന്ന് പറയുമ്പോൾ ഇൻറ്റു 10 കൂട്ടിയാൽ തന്നെ 3000 ആയി. 35 വർഷത്തെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു തലമുറയിൽ എനിക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യം കൂടിയാണ്. പക്ഷെ ഈ ഭാഗ്യത്തിനൊക്കെ ഞാൻ അങ്ങോട്ട് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. കാര്യം ഇരിക്കുമ്പോൾ മറ്റു പദങ്ങളൊന്നും വീണ്ടും കയറാതെ ആശയങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ ഒക്കെ ഇങ്ങനെ എഴുതി എഴുതി പോകുമല്ലേ നമ്മൾ. ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. ഇതൊരു ഭാഗ്യമാണ്. പിന്നെ നിലനിൽപ്പൊരു ഭാഗ്യമാണ്. ഇപ്പൊ ഈ വർഷം തന്നെ കേരളത്തിലെ പ്രസിദ്ധമായ 10 പ്രൊഫഷണൽ നാടക സമിതികൾ, അതുപോലെ തന്നെ ചിത്രചേച്ചിയുടെ ഓണപ്പാട്ട്, MG ശ്രീകുമാറിൻ്റെ അയ്യപ്പഗാനം, സുരാജ് ചേച്ചി പാടിയ ക്രിസ്മസ്, അതുപോലെ തന്നെ ന്യൂ ഇയർ സോങ് വിജയ് യേശുദാസ് പാടിയത്, അതുപോലെ തന്നെ സജീവമായ കുറേ സിനിമകൾ. ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മളൊരു വലിയ ആളൊന്നും അല്ലല്ലോ. നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്നതല്ല. നമ്മളെ ഒരുപാട് പേര് അംഗീകരിച്ചും ആശീർവദിച്ചും നമ്മളെ പരിഗണിച്ചും ഒക്കെ സംഭവിക്കുന്നത്. അത് എന്തൊക്കെ ഒരു ഇന്ദ്രജാലം സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഇത്രയും തലമുറ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോൻ ആകാശിനോട് എപ്പോഴും പറയും, പുതിയ സംഗീത സംവിധായകരുടെ പേര് പോലും നമുക്ക് പലപ്പോഴും അറിയാനൊക്കുന്നില്ല. പുതിയ സംവിധായകരുടെ പേര് തപ്പിയെടുത്ത കിട്ടുന്നില്ല. കാര്യം എൻ്റെ ജനറേഷനിലേ അല്ല വരുന്നു, പക്ഷെ അവരുടെ കൂട്ടുകാരായി ഞാൻ മാറുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ പലർക്കും സിനിമയില്ല. അപ്പൊ പുതിയ ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്പന്ദനങ്ങൾ അനുസരിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഇപ്പോൾ പാട്ടെഴുത്തൊരു വലിയ കാര്യമാണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. ഒരു വലിയ കവിത എഴുതി ഏതെങ്കിലും ഒരു മാസികയിൽ വന്ന് അതൊരു 4-5 പേര് വായിച്ച് അത് മുഴുവൻ പോലും വായിക്കൂലത്. ഒരു ബുക്ക് ഇറക്കുന്നു, പലർക്കും 1000 കോപ്പി ഇറക്കിയാൽ 500 ആരും തുറന്നു നോക്കാതെ ആരുടെയോ ഷെൽഫിലാണ്.
അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എഴുതിയ ഏതൊക്കെ പാട്ടൊക്കെ 4 നൂറ്റാണ്ടിന് ശേഷം ആഘോഷിക്കപ്പെടുന്നു. നമുക്ക് ആകെപ്പാടെ ഒരു 3/4 നൂറ്റാണ്ടേ ആയുസുള്ളൂ. അതിനിടയ്ക്ക് 4 നൂറ്റാണ്ട് നമ്മൾ എഴുതിയ പാട്ട് പിൽക്കാലത്തെ നമ്മളൊരു 19 വയസ്സിലും 20 വയസ്സിലും ഞാൻ ഒരു 99 ഇറങ്ങിയ പാട്ടാണ് ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാ. ഈസ്റ്റ് കോസ്റ്റ് ആൽബങ്ങൾ ഇറക്കുന്നതിന് മുമ്പേ ഇറങ്ങിയ ആൽബം. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഏകദേശം 27 വർഷത്തിന് മുമ്പൊക്കെ ഇറങ്ങിയ പാട്ട് ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്നു. അത് നമ്മളിലൂടെ കടന്നു പോകുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊന്നും അല്ല കേട്ടോ. ഈ നമ്മളിപ്പോ സാധാരണ ഇപ്പം മിക്കവാറും TV ഒരുപാട് പേര് കാണുന്നില്ല, എല്ലാരും കാണുന്നത് ഫോണാണ്. ഫോൺ തുറക്കുമ്പോഴേ ഈ നൂറ്റാണ്ടിലെ പാട്ടാണ് സാമവേദം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഇതിനേക്കാളൊക്കെ മികച്ച യേശുദാസ് പാടിയ അനശ്വര ഗാനങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പിറന്നിട്ടുണ്ട്. പക്ഷെ ഫോൺ തുറന്നു നോക്കിയാൽ ഇതൊന്നും അല്ല കേൾക്ക്. ഈ സാമവേദവും പാലാഴിച്ചേലോടെ പായും അതിലെ അനുപല്ലവി ആണ് ഏറ്റവും കൂടുതൽ. അനുപല്ലവിയാണ് ഇതിനെ ഈ പാലാഴിച്ചേലോടെ എന്ന് പറഞ്ഞ പാട്ടിന്റെ അനുപല്ലവി പല്ലവിയേക്കാൾ ഹിറ്റാണ്. അപ്പോ പഞ്ചാദ്രിനാഥ നീ സന്നിധാനത്തിന് ഇത് അപ്പോൾ ഇത് നമ്മളിലൂടെ കടന്നുപോയി എന്നതിനപ്പുറം ഇതെല്ലാം നമ്മളാണ് അങ്ങോട്ട് ചെയ്ത്. ഇത് നമുക്ക് നേരത്തെ ഇപ്പം നാളെ എഴുതാതിരിക്കുന്ന പാട്ടിനെ കുറിച്ച് ഒന്നും അറിയാൻ മേല. അപ്പോൾ ഒരുത്തൻ്റെ ഇച്ഛാശക്തി ആണ്. ഏതാ നമ്മളിപ്പോൾ ഇരുന്നത് ഇച്ഛാശക്തിയാണ്. കാര്യം ഞാൻ വണ്ടിയിൽ വന്നു, നമ്മൾ കണ്ടു, പക്ഷെ എന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു, അതും വേണമെങ്കിൽ ഇച്ഛാശക്തിയാന്ന് പറയാം നമ്മൾ. പക്ഷെ പാട്ട് അങ്ങനെ ഇച്ഛാശക്തി കൊണ്ട് വന്നിരുന്ന അത്. അപ്പോൾ ഒരുത്തൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ കൃപയുടെ ചുംബനം ഉണ്ടാവണം, ഒരു ഉമ്മ കിട്ടണം. ആരുടെ? ഒരു നമുക്ക് അതീതമായ ഒരു ശക്തിയുടെ ഉമ്മ കിട്ടണം. അപ്പോൾ എത്ര വട്ടം നമ്മളെ ഉമ്മ വെച്ച് കാണും ദൈവം, അല്ലെങ്കിൽ പിന്നെ ഈ കാലം. ഈ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ എപ്പോഴും നിലനിൽക്കും എന്നുള്ളത് ചേട്ടൻ അന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്തായാലും വിചാരിക്കൂല. പക്ഷെ ചില വരികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഓക്കെ ഇതെപ്പോഴും നിലനിൽക്കുന്ന വരികളാണ് എന്നുള്ളത് തോന്നാറുണ്ട് ഉള്ളിൽ. അല്ല, എഴുതുമ്പോൾ ഒന്നും വെറുതെ എഴുതിയിട്ടില്ല. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പാടുന്ന ചില പാട്ടുണ്ട്. കൊമ്പനാന കുട്ടപ്പ, പൂവൻ കോഴി, കൊക്കരക്കോഴി, പിന്നെ അതുപോലെ വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ. ഇതിന്റെയൊക്കെ വ്യൂവേഴ്സ് എത്രയായിരിക്കും എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു. അയ്യോ കുറെ മില്യണാ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ 22 കോടിയാണ്. ഒരു വലിയ മലയാള സിനിമയുടെ ചരിത്രത്തിൽ 22 കോടി ആൾക്കാർ ഒരു യൂട്യൂബ് അങ്ങനെ പാട്ടുണ്ടാവോ? ഇല്ല. അപ്പൊ 3.5 കോടി മലയാളികളുടെ കാലത്ത് ഈ 22 കോടി പേർ ഒരു വീട്ടിൽ 3 പ്രാവശ്യം ആഹാരം കഴിക്കാൻ ഒരു കുട്ടി കേൾക്കുന്ന പാട്ട്. എന്റെ മോൾ ഇത് കണ്ടിട്ടാ കഴിച്ചോണ്ടിരുന്നത്. ഈ പാട്ടിനോടും ഈ പാട്ട് ചിത്രയ്ക്ക് ഒരു കുട്ടി ഉള്ളത് കൊണ്ട് കുട്ടിയുടെയും ആ കുട്ടിയുടെ അമ്മയായ ചിത്രയുടെയും പാട്ടാണ്. ചിലപ്പോ അച്ഛന്റെ പാട്ടായിരിക്കും. വെറുതെ ഇരിക്കുമ്പോഴേക്കൊക്കെ ഞങ്ങളിങ്ങനെ പാടിയ പൂവൻ കോഴി മുക്കിട കോഴി അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ. അതൊക്കെ അപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ സിനിമയിലും. പക്ഷെ പിന്നെ മല്ലു സിംഗിലെയും റോമൻസിലെയും സൗണ്ട് തോമയിലെയും ഹാപ്പി വെഡിങ്ങിലെയും കുട്ടനാടൻ മാർപ്പാപ്പയിലെയും ആനക്കടലിലെയും ഒക്കെ പാട്ടുകളേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നത് പോലെ 3 പ്രാവശ്യം കൃത്യമായി കേൾക്കുന്ന ഈ പാട്ടുകളും എന്നിലൂടെ കടന്നു വന്നു. അപ്പൊ നമ്മൾ കൊണ്ടാടുന്ന പാട്ടുകളല്ല, കുട്ടികൾക്കൊരു ലോകമുണ്ട്. ഈ നേഷണൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ മല്ലു സിംഗിലെ പാട്ടും റോമൻസിലെ പാട്ടും ഒന്നും കുട്ടികൾക്കറിയില്ല. കുട്ടികൾക്ക് പൂവൻ കോഴി എന്ന് പറയുമ്പോഴേ കണ്ണിങ്ങനെ തെളിയും, മടിയിലിരിക്കുന്ന അമ്മയുടെ കണ്ണും തെളിയും. കാര്യം അമ്മയുടെയും കുട്ടിയുടെയും പാട്ടാണിത്. കാര്യം ഈ അമ്മ വിചാരിച്ചാലല്ലേ കുട്ടി ഇത് കേൾക്കുള്ളൂ. അപ്പൊ അച്ഛന്റെ പാട്ടാണോന്നില്ല, കാര്യം അച്ഛൻ ജോലിക്ക് പോകും. അപ്പൊ ഇതൊരു കൗതുകമാണ്. അതുപോലെ തന്നെ ഈ അർത്തുങ്കലപ്പള്ളിയിൽ ചെന്നിട്ട് റോമൻസിലെ പാട്ട് ഇറങ്ങുമ്പോഴേ അതൊരു ക്രിസ്ത്യൻ സമൂഹം ആകെപ്പാടെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ട് നമ്മളിപ്പം ഇടക്കിടക്ക് അല്ലാണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പാടി പോകുന്നത്. അത് സിനിമാ പാട്ടാണ്. ഈ സിനിമാ പാട്ടിന്റെ ഗുണം എന്നറിയാമോ? സിനിമാ പാട്ടിന് മുമ്പ് ബ്രാഹ്മണി പാട്ട്, പുലയൻ പാട്ട്, പറയൻ പാട്ട്, വേലൻ പാട്ട്, എല്ലാവർക്കും പാട്ടാണ്. ഓരോ വിഭാഗത്തിന് പാട്ടുണ്ടായിരുന്ന കാലമാണ്. സിനിമാ പാട്ടായപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പാട്ടായി. അപ്പോൾ അർത്തുങ്കല പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ജാതി മതമൊന്നുമില്ല.
അതെ, അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാം. അവിടെ ഒരു പുണ്യാളനുണ്ട്, സെബസ്റ്റ്യാനോസ് പുണ്യാളൻ. പുണ്യാളന്റെ പേരേ ഈ പാട്ടിലില്ല. അർത്തുങ്കൽ പള്ളിയിലെ പാട്ടിൽ പുണ്യാളന്റെ പേരില്ലാത്ത ഏക പാട്ടാണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ ന്യായം, പുണ്യാളൻ ഉണ്ടാവാൻ കാരണക്കാരനായ പിന്നെ കർത്താവ് ഈശോ മിശിഹ. അപ്പൊ അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. അപ്പൊ ഓശാനയും കുർബാനയും ദാവീദിന്റെ പുത്രനുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ്, അവനുള്ളത് കൊണ്ടാണ് ഈ പള്ളി ഉണ്ടായതും ഈ സമൂഹം ഉണ്ടായതും അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അത് പുണ്യാളനെ പിന്നെ മറന്നിട്ടില്ല. അല്ല, പുണ്യാളനോട് ഒരു ഷെയ്ഡായിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയൊരു വെളിച്ചം ഉണ്ട്. അത് അവിടുത്തെ അച്ഛൻ, അവിടുത്തെ അന്നത്തെ അച്ഛനുണ്ട്, ഒരു അർത്ഥശ്ശേരിയിൽ അച്ഛൻ എന്ന് പറഞ്ഞ അർത്തുങ്കപ്പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നുപോലെ ഈ പാട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കർത്താവിൻ്റെ ബിംബം അവിടുത്തെ അത് ഇച്ചിരി വലുതാക്കണമെന്ന് തോന്നി. കാര്യം ചെറിയ രൂപമായിരുന്നു. കർത്താവിനെ നമ്മൾ മറന്നുപോലും അവനുള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ഉണ്ടായത് എന്നൊരു വിചിന്തനം. അത് വലിയൊരു അംഗീകാരം. ഇതൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ഇപ്പൊ നേരത്തെ ചിത്ര സൂചിപ്പിച്ചതുപോലെ ഒരു പാട്ട് എഴുതുമ്പോൾ നമുക്ക് ചില സ്പാർക്ക് ഉള്ളിലുണ്ടാവും. ഇപ്പൊ വീടായ വീടുകൾ ഓരോന്നും വെഞ്ചരിച്ചങ്ങനെ നമ്മെ പുതുക്കാം എന്നൊരു വരിയുണ്ട്. ഇതില ഈ അർത്തുങ്കല പള്ളിയിൽ രണ്ടച്ഛന്മാര് വീട് പുതുക്കുകയാണ്. പക്ഷെ വീടായ വീടുകൾ ഓരോന്നും വെഞ്ചരിച്ചങ്ങനെ നമ്മെ പുതുക്കാം എന്നാണ് അച്ഛന്മാര് പറയുന്നത്. വീട് വെഞ്ചരിക്കുമ്പോൾ വീടല്ല പുതുക്കുന്നത്, നമ്മൾ സ്വയം പുതുക്കപ്പെടുകയാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അധ്യാപകൻ പുതുക്കപ്പെടുന്നുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ പുതുക്കപ്പെടുന്നുണ്ട്. ഓരോ നൃത്തം കഴിയുമ്പോഴും നർത്തകി പുതുക്കപ്പെടുന്നുണ്ട്. ഓരോ സംഗീത സംവിധാനം കഴിഞ്ഞു കഴിയുമ്പോൾ സംഗീത സംവിധാനം ചെയ്ത ആള് പുതുക്കപ്പെടുന്നുണ്ട്. ഓരോ സിനിമ സംവിധാനം ചെയ്തതിന് ശേഷവും സംവിധായകൻ പുതുക്കപ്പെടുന്നുണ്ട് അല്ലേ. ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴും ഓരോ മനുഷ്യരും പുതുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വീട് വെഞ്ചരിക്കുമ്പോഴും രണ്ട് പുരോഹിതന്മാർ ഞങ്ങളങ്ങോട്ട് വീട് വെഞ്ചരിച്ച് നിങ്ങളെ പുതുക്കിക്കളയാമെന്നല്ല, ഞങ്ങളിപ്പോൾ പുതുക്കപ്പെട്ടു എന്ന് ചോദിക്കുന്ന വിനയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ വരിയുടെ ആഴം. ഇതൊരു പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും വിചാരിച്ചെഴുതുന്നതായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നമ്മളിലൂടെ സംഭവിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു വരിയുടെയും ബൗദ്ധികമായ ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെട്ട് അങ്ങോട്ട് വലിയ ആളാകാനൊന്നും ഞാൻ ഒരുക്കമല്ല. എന്നിലൂടെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ സ്വാമിക്ക് പമ്പയൊരു പൂണൂല് എന്നെ ആത്മാവല്ലയോ കോവില് എന്ന് ഒരു 25 വയസ്സുകാരൻ എഴുതാൻ കഴിയില്ല. മഞ്ഞണി മാമല മേലെ കർപ്പൂര കടല്, കർപ്പൂരത്തിന്റെ കടലാണെന്ന് ഈ സാമവേദം എന്ന പാട്ടിൽ എഴുതാൻ പറ്റിയ അറിവ് നമ്മളിലൂടെ കടന്നുപോയി എന്നതിനപ്പുറത്ത് വേറെ എന്താ വിചാരിക്കേണ്ടത്? ഒരു 25 വയസ്സുള്ള ആളുടെ അടുത്ത് നിന്നാണ് ആ ഒരു പാട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഡിക്ഷണറിയൊക്കെ നോക്കി എല്ലാം. ഇപ്പൊ MG ശ്രീകുമാർ എന്ന വ്യക്തിയെ ആ സമയത്ത് ആദ്യമായി കാണുന്നു. അതിനു മുമ്പ് ചെറിയ ചെറിയ പരിചയങ്ങളുണ്ടെങ്കിലും ഇത്ര ഡീപ്പായി ഒരു സഹപ്രവർത്തകനായി മാറുന്നു. അദ്ദേഹം ഒരു ട്യൂൺ ഇടുന്നു, താഴികക്കുടം തങ്കനീലാക്കുടം സ്വാമിയെ ഡമ്മി പറയുന്നു. ഉടനെ നമ്മൾ സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്ന് എഴുതുന്നു. സാമവേദം എന്ന് പറയുന്ന ആ സംഗീതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അഴകാഴത്തെ എൻ്റെ നാവിലുണർത്തിയ പരബ്രഹ്മസ്വരൂപനാണ് സ്വാമി എന്ന് ആ സമയത്ത് ചിന്തിക്കാൻ എന്നെ പ്രാപ്തനാക്കി. അല്ലാതെ നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഒക്കെ വലിയ അറിവുള്ള ആളാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതില്ല. ഒരുപാട് വലിയ അറിവുള്ളവർ ഈ രംഗത്തുണ്ട്. ഈ ആഴക്കടൽ പോലെ തിരയില്ലാതെ കിടക്കും അവരെല്ലാം. അപ്പം നമ്മൾ ചെറിയ അറിവുള്ളവരാ, ഞങ്ങളെപ്പോലുള്ളവർ എഴുത്തുകാരും ഒക്കെ. പക്ഷെ ഞങ്ങൾ ഈ തിര കരയെ തഴുകുന്നത് പോലെ കാലത്തെ തഴുകാൻ ഭാഗ്യം കിട്ടിയവരാണ്. അല്ലാതെ നമ്മൾ ഈ എഴുത്തുകാരൊക്കെ അങ്ങനെ അറിവിന്റെ അഴകാഴങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കരുത്. ചെറിയ അറിവുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് കാലമാകുന്ന കരയെ തഴുകാനുള്ള ഒരു തിരയാകാൻ ഭാഗ്യമുണ്ട്. അതെ. പിന്നെ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, ആ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള പാട്ടാ. ഈ ഒരു പാട്ട് എനിക്ക് രാജുവേട്ടനെ എഴുതിയപ്പോൾ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് എന്തോ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതിനകത്ത് പലതരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ഒരു പാട്ടാ. അതിങ്ങനെ നമ്മൾ കേൾക്കും. അല്ലെങ്കിൽ ഒരു വിരഹഗാനം എന്നും പറയാൻ പറ്റില്ല, എന്തോ മിക്സഡ് ഫീലുള്ള ഒരു പാട്ടാ. ഇതൊക്കെ ചേട്ടനെ എഴുതുമ്പോഴത്തേനും ചേട്ടന്റെ മനസ്സിൽ കൂടെ എന്താ പോയിക്കൊണ്ടിരുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ഒരു പാട്ടാണ്. സ്ത്രീ ഒരു
വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടാവാറുണ്ടോ? അല്ല, ഞാൻ ഈ സിനിമയിൽ പാട്ട് എഴുതാൻ പോകുന്നത് സ്റ്റാർ സിംഗറിന്റെ ഒരു ഷൂട്ടിൽ എന്നെ ഇങ്ങനെ ഗസ്റ്റായിട്ട് വിളിച്ചു. സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറയുമല്ലോ, 3 പെർമനന്റ്. അപ്പോൾ എം ജയേന്ദ്രൻ എന്നോട് പറയുകയാണ്, ഇന്നപോലെ ഇതിൽ ഒരു നല്ല 2 പാട്ടുണ്ട്, നമുക്ക് എഴുതാം എന്ന് പറയുന്നു. അദ്ദേഹം പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ചട്ടക്കാരി വീണ്ടും ഇറങ്ങുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു 6 വയസ്സ് കാലത്തേക്ക് തിരിച്ചു. 5 വയസ്സിലൊക്കെ ചെറിയ ഓർമ്മ ഉണ്ടാവും. അന്ന് ഈ പിന്നെ പിരിച്ച പൈസ കൊണ്ട് നാടകം നടത്തുന്നത് പോലെ സിനിമ നടത്തുമായിരുന്നു ക്ലബ്ബുകാർ. അപ്പോൾ എൻ്റെ അമ്മയുടെ നാടായ അരൂക്കുറ്റിയിൽ ഞാനും അമ്മുമ്മയും അമ്മയും ഒക്കെ കൂടി ഈ ചട്ടക്കാരി കാണാൻ പോയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പം അതിൽ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ചട്ടക്കാരിയെ കുറിച്ച് അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ചെറിയൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രം, അതിലെ ജൂലി എന്ന കഥാപാത്രം ഒരുപാട് ഇഷ്ടമാണ് ആയിരുന്നു അമ്മയ്ക്കും ഒക്കെ. അതെൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഒരു ചെറിയൊരു ഓർമ്മയാണ്. പിൽക്കാലത്ത് അന്ന് ഇപ്പോൾ എനിക്ക് ഒരു 4 വയസ്സ് 5 വയസ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ സിനിമ ഇറങ്ങാൻ നേരത്തെ എനിക്ക് 1 വയസ്സാണ്. പക്ഷെ നാട്ടിൻപുറത്ത് ഇതൊക്കെ വരാൻ നേരത്ത് പിന്നെ 5 വർഷം പിടിക്കും. അപ്പോൾ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ 1974 മറ്റേ ഇറങ്ങുന്ന ഈ സിനിമ ഒരു 10-30 വർഷം കഴിഞ്ഞിട്ട് ആ സിനിമയുടെ വിഖ്യാതനായ സംവിധായകൻ ശ്രീ സന്തോഷ് സേതുമാധവൻ, അതായത് സേതുമാധവൻ സാറിന്റെ മകൻ സിനിമ എടുക്കുമ്പോൾ ഈ ജൂലിയെ ഷംന കാസിം അവതരിപ്പിക്കുകയാണ്. ലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രമാണ്. അപ്പോൾ കഥാപാത്രത്തിന്റെ വിഹ്വലതയും വേദനയും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു 40 വർഷം മുമ്പ് കാമുകനാൽ ഗർഭിണിയായിട്ട് പിന്നെ കാമുകൻ അടുത്തില്ലാതെ വിരഹവേദനയിൽ വേവലാതിപ്പെടുന്ന ഒരു പെണ്ണിന്റെ സങ്കടം, ലോകത്ത് എത്ര കാലം കഴിഞ്ഞാലും സങ്കടത്തിന് ഒരേ രൂപമാണ്. വിഷ്വൽ മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ള ഒരു ചിന്തയോടെയാണ് അത് എഴുതാനിരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ആരോടും പറയാനില്ലാത്തത് നേച്ചറിനോട് ബന്ധിപ്പിച്ചത്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവാൽ നീ തലോടില്ലേ, അങ്ങനെ എഴുതിയത്. അതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു 20 കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു പാട്ട് കേൾക്കുമ്പം, അല്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചേട്ടന്റെ മനസ്സിൽ എന്താ ഫീൽ ചെയ്യുക? അല്ല, ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും ഇതൊന്നും അനശ്വര ഗാനങ്ങളാക്കി മാറ്റാം, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അലയടിക്കുന്ന പാട്ടുകളാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്നും പറഞ്ഞ് പക്ഷെ ഇപ്പൊ പ്രിയതമേ ശകുന്തള എന്ന പാട്ട് എഴുതിയിട്ട് തന്നെ 18 വർഷമായി. ഇപ്പോഴും ആൾക്കാർ ഓർക്കും. തിങ്കൾ നിലാവിൽ 1/4 നൂറ്റാണ്ടാകാൻ പോകുന്നു, ഇപ്പോഴും ജനങ്ങളൊക്കെ അറിയാം. അതുപോലെ അർത്തുങ്കൽ പള്ളിയും ഏകദേശം 2 പതിറ്റാണ്ടോടെ അടുക്കുന്നു, ജനങ്ങൾക്ക് അറിയാം. നിലാവേ നിലാവേ അതുപോലെ ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഇത് ആരും അറിയാതെ പോയാൽ നാണക്കേടാകുമെന്നുള്ള ഒരു വല്ലാത്ത കാര്യം. മന്ദസമീ അത്രത്തോളൊന്നും എത്തില്ലെങ്കിലും ജനങ്ങള് ആദ്യ ചട്ടക്കാരിലെ പാട്ടാണ് മന്ദസമീ. മന്ദസമീരനിൽ ഒഴുകി ആ പാട്ട്. അപ്പൊ അതുപോലെ ഒരു സിറ്റുവേഷനിൽ നിലാവേ നിലാവേ എന്ന് എഴുതുമ്പോൾ അത്രത്തോളമൊന്നും ആയിസില്ലെങ്കിലും ഒരു 2-3 വർഷമെങ്കിലും ഈ പാട്ട് ആൾക്കാർ കേൾക്കണമല്ലോ എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷ സക്സസ് ആയി. ഈ അന്നത്തെ എനിക്ക് ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്നുള്ള ഒരു ഫിലിമിൽ തന്നെയുള്ള പാട്ടാണ് തള്ളു തള്ളു എന്നുള്ള ഒരു പാട്ട്. അത് വേറൊരു ടൈപ്പിലുള്ള പാട്ട്. അതായത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള സാഹിത്യമായിട്ടുള്ള വരികളോ അല്ലെങ്കിൽ നമുക്ക് ആഴത്തിലേക്ക് നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു സോങ്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതുമ്പോഴും ചേട്ടൻ ചുമ്മാ എഴുതി അങ്ങ് വിടും? അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചുമ്മാ എഴുതാൻ ഒക്കൂല ഒരു പാട്ടും. അതായത് നമ്മള് ഈ പറയുന്ന സാഡ് സോങ്ങും അല്ലെങ്കിൽ നല്ല മെലഡി പാട്ടും എഴുതുന്നതിനേക്കാൾ ഒരുപാട് പ്രയാസമാണ് ഈ ഫാസ്റ്റ് നമ്പർ എഴുതാൻ. ഇപ്പൊ തള്ളു തള്ളു ആ പാട്ട് ഭാസ്കരൻ മാഷിന്റെ ഒരു പാട്ടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാട്ടിന്റെ തുടക്കം. അത് ഹരിഹരൻ പിള്ളയുടെ വണ്ടി ഈ ചക്രാവണ്ടിയാണ്. അതൊരു ശകടമാണ്. ആ ശകടം കുറെ പിള്ളേരുമായിട്ട് തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഒരു പാട്ട് വേണമെന്ന് പറയുവാണ്. ആ സമയത്ത് നമുക്ക് എന്തും എഴുതാം. പക്ഷെ എന്തും എഴുതാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ഹൃദയം ഓപ്പൺ അല്ലാത്ത സമയമാണ്. ഒരു സിനിമാ പാട്ടെഴുത്തുകാരനാകാൻ പോകുന്ന 10-30 വയസ്സ്. എല്ലാ തരത്തിലുള്ള ആശങ്ക നമുക്കുണ്ടാവും. ഈ ആശങ്കയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയുക എന്നുള്ള ചെറിയ ഒരു ഭാഗ്യം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ
എന്തിനു വെറുതെ നനയുവതിന്നീ തങ്ക നിലാവഴകെ. ആ ഒരു പാട്ട് ലാലേട്ടന്റെ തന്നെ പാട്ടാണ്. ആ ഒരു പടത്തില് നമ്മൾ കുറെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ ആ ഒരു പടം വരുന്നത്. അപ്പൊ ചേട്ടൻ എന്തായിരുന്നു മീൻസ് ലാലേട്ടന്റെ പടം പിന്നെയും വരികയാണ് എന്നുള്ളൊരു? അതിനിടയ്ക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകളുടെ ഭാഗമായെങ്കിലും ഈ വെട്ടം കഴിഞ്ഞിട്ട് പ്രിയദർശൻ സാറ് പിന്നെ മലയാളത്തിൽ സിനിമ എടുത്തില്ല. കാര്യം അദ്ദേഹം ഹിന്ദിയിൽ ഒരുപാട് സജീവമായി, ഹിന്ദിയിൽ സജീവമായിട്ടാണ് പോയത്. അതെ അതെ. പിന്നീട് 5-6-7 വർഷം കഴിഞ്ഞിട്ടാണ് അറബിയോട്ടോ എന്ന സിനിമ എടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഓർത്തു MG ശ്രീകുമാറാണ് അതിന് കാരണം കേട്ടോ. അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത 15 സിനിമയോളം ഉണ്ട്. അതിലേകദേശം 12-13 സിനിമയിൽ ഞാനാണ് പാട്ട് എഴുതിയത്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക അയ്യപ്പ ഗാനങ്ങൾ എഴുതാൻ എനിക്കാണ് ഭാഗ്യം. അദ്ദേഹം എന്താ സംവിധാനം ചെയ്യുന്ന പാട്ടുകൾക്കുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് വെക്കാറില്ലല്ലോ, SJ കുമാർ അങ്ങനെയല്ലേ? അല്ല, ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഗായകനായി രംഗത്ത് വരുന്ന ആൾക്ക്, സജീവമാകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ സംഗീത സംവിധായകരോടൊപ്പം സംഗീത സംവിധായകനായിട്ട് നിൽക്കാനുള്ള ഒരു മടി ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം S കുമാർ എന്ന പേരിലാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പേര് വയ്ക്കാതെ പലരുടെയും പേരിൽ ഹിറ്റായ പല ഗാനങ്ങളും സിനിമാ പാട്ടും അദ്ദേഹത്തിന്റെയാണ്. അതൊക്കെ രഹസ്യങ്ങളാണ്. അത് പിന്നെ നമുക്ക് പരസ്യമായ രഹസ്യങ്ങളാണ്. അതൊക്കെ അദ്ദേഹമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ അദ്ദേഹം പറയൂ, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൂടി അദ്ദേഹം നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ അതാണ് പേര് അദ്ദേഹം വെളിപ്പെടുത്താത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അനായാസകരമായി ട്യൂണിടും, ഒരു ഹാർമോണിയത്തിന്റെ അടുത്തും തൊട്ടുകൊണ്ടിരിക്കേണ്ട. ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്നത് പോലെ സ്വരങ്ങളെ തൊണ്ടയിലൂടെ കണ്ടുപിടിക്കാൻ കഴിയാതെ ദൗർഭാഗ്യമുള്ളവന് മാത്രമേ ഒരു ഇൻസ്ട്രുമെന്റിനെ ആശ്രയിക്കേണ്ടി വരൂ എന്ന് പറയുന്നത് പോലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം ട്യൂണിടും. അങ്ങനെ അപ്പം തോന്നിയ ട്യൂണുകളിൽ പലതും വലിയ ഹിറ്റുകളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അല്ലെന്നേ ഉള്ളൂ. പിന്നെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് സംഗീതം ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന താണ്ഡവത്തിലാണ്. അതിനു മുമ്പ് അദ്ദേഹം സ്വതന്ത്രമായിട്ട് സംഗീതം ചെയ്ത ഒരു പടമാണ് ചതുരംഗം. അതിൽ സിനിമയിൽ ഇല്ലാത്തൊരു പാട്ട് എന്നെ കൊണ്ട് എഴുതിച്ചു. അതാണ് നീലാമ്പലല്ലേ നീ എന്റേതല്ലേ ഒരു വാക്കും മിണ്ടാത്തതെന്തേ. ഈ പാട്ട് റേഡിയോയിൽ വലിയ തരംഗമാണ്. കാര്യം സിനിമയിൽ ഇല്ല. റേഡിയോയിൽ ചതുരംഗം എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടിനെ കുറിച്ച് പറയുമായിരുന്നു. അങ്ങനെ സിനിമയിൽ വരാത്ത കാസറ്റിൽ മാത്രമുള്ള ഫില്ലർ സോങ്ങുകൾ കുറെ എഴുതിയിട്ടാണ് ഞാൻ ഈ ഹരിഹരൻ പിള്ളയിൽ എഴുതുന്നത്. അത് രാക്കിളിപ്പാട്ടിലുണ്ട്. കണ്ണിലുടക്കി കാന്താരി പെണ്ണിനെ കാണാനെന്തു രസം ഒരു പാട്ടുണ്ട്. മഴ പെയ്തു തോർന്നൊരു രാവിൽ എന്ന് പറഞ്ഞ പാട്ട് അതിൽ തന്നെയുണ്ട്. പിന്നെ രാപ്പാടി പക്ഷി ഇതിലേ പറന്നുവാ, ഇതൊക്കെ രാക്കിളിപ്പാട്ടെന്ന സിനിമയുടെ കാസറ്റിലുണ്ട്. സൂര്യപുത്രനിലുണ്ട് മേഘഹംസങ്ങൾ ദൂത് പോയി വരും എന്ന പാട്ടുണ്ട്. അതുപോലെ തന്നെ രക്തസാക്ഷികൾ സിന്ദാബാദ്, അതിന്റെ കാസറ്റ് എടുത്ത് നോക്കിയാൽ പനിനീർമാരിയിൽ, പിന്നെ ചെറുവള്ളിക്കാവിൽ ഇന്ന്, ഇങ്ങനെ 2 പാട്ട് അതിലുണ്ട്. അങ്ങനെ സ്റ്റാലിൻ ശിവദാസ് മമ്മൂട്ടിയുടെ സിനിമയാണ്. അതിൽ ഒരു പാട്ട് മാത്രമേ സിനിമയിലുള്ളൂ, അത് വേറെ ആരോ എഴുതിയതാണ്. ബാക്കി 9 പാട്ടും ഞാനാണ് എഴുതിയത്, സിനിമയിലില്ല. ഫില്ലർ സോങ്ങുകളെന്ന് പറയും. അത് ഓഡിയോ കമ്പനിക്കാർ കാണിക്കുന്ന സൂത്രമാണ്. ഒരു മമ്മൂട്ടിയുടെ ഫോട്ടോ ഒക്കെ വയ്ക്കാം, മറുവശത്ത് സ്റ്റാർ ഇട്ട്. അപ്പൊ ഞങ്ങളൊക്കെ റേഡിയോ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ നേരത്തെ സ്റ്റാറൊക്കെ മാറ്റിട്ട് കൊണ്ടു കൊടുക്കും. എങ്ങനെയെങ്കിലും സിനിമയില് എത്തൂല്ല, അപ്പൊ ഇങ്ങനെയെങ്കിലും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റേഡിയോ സ്റ്റേഷനിൽ അടുത്ത ചിത്രം രാക്കിളിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയും. നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ. സിനിമയിലെത്തുന്ന ഒരു ഉറപ്പുമില്ലാത്ത ഒരാളുടെ ആഗ്രഹം അങ്ങനെയാണെന്ന് പണ്ട് സാധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. ഇപ്പോ മാമ്പഴക്കാലത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. അല്ലേളങ്കിളി അഴകൊത്ത മൊഴി മാമ്പഴക്കാലം തീരുന്നു ഒരു പാട്ടുണ്ട്. താണ്ഡവത്തിന്റെ കാസറ്റിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ചന്ദ്രമണി കമ്മലണിഞ്ഞ് ഒരു പാട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ആൾക്കാർ കേൾക്കുന്നത്. നമ്മൾ കാസറ്റ് മേടിച്ച് കേട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പാട്ടുകൾ പരിചയമാണ്. നമുക്കിപ്പോ യൂട്യൂബിൽ അവൈലബിൾ അല്ലേ? തീർച്ചയായും ഈ പാട്ടുകളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ പിന്നെ ഒരുപക്ഷെ സിനിമയിലുള്ളതായിട്ട് തെറ്റിദ്ധരിച്ചവരുണ്ട്, ഇത് ലളിതഗാനങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഈ കാസറ്റുകളിൽ വന്നതാണ്. അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടല്ലോ. ഇപ്പൊ 3 പാട്ടായിട്ട് മോഹൻലാലിന്റെ പടം ഉണ്ടാവും,
ബാക്കി ഒരു 7 പാട്ട് കൂടെ തികച്ചാൽ ഒരു കാസറ്റ് വിറ്റു പോകും. കാസറ്റ് വിറ്റ് പോകും. ഓ, അതിനകത്ത് അപ്പൊ അങ്ങനെ അന്നത്തെ ഒരു ഓഡിയോ കാര്യം. കമ്പനിക്കാരുമായിട്ടുള്ള എൻ്റെ ബന്ധമൊക്കെയാണ് അതിന് കാരണം. ഈ ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ സംഗീത സംവിധായകരായിക്കോട്ടെ, ചേട്ടൻ്റെ അടുത്തേക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, വരികൾ എഴുതിയിട്ട് അത് ട്യൂൺ ചെയ്യുന്നതാണോ നല്ലത്, ട്യൂൺ ഇട്ടിട്ട് അത് വരികൾ എഴുതുന്നതാണോ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഇത് രണ്ടും ഒരുപോലെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ആ. ചിലപ്പോൾ ട്യൂൺ ഇട്ടിട്ട് എഴുതാൻ ഇച്ചിരി കൂടി ഇഷ്ടമായിട്ടും തോന്നിയിട്ടുണ്ട്. ഉം. ട്യൂൺ ഇട്ടിട്ട് എഴുതാൻ നേരത്ത് അതുവരെ ചിന്തിക്കാത്ത പദങ്ങളിലേക്ക് നമ്മൾ എത്തും. ആ. ഇപ്പോൾ സ്റ്റീഫൻ തന്നനാന എന്ന് മൂളിയത് കൊണ്ടാണല്ലോ തിങ്കൾ നിലാവൻ തോന്നിയത്. തന്നനാനെ എന്ന് മൂളിയത് കൊണ്ടാണല്ലോ മുന്തിരിവാവേ എന്ന് തോന്നിയത്. തനനാ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രിയതമയെന്ന് എഴുതിയത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതുള്ളൂ. അതെ അതെ അതെ. തനാനേ തനാനേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിലാവേ നിലാവേ എന്ന് എഴുതിയത്. അതെ അതെ. അല്ലേ? തന്നനനന്നനന എന്ന് എം ജി ശ്രീകുമാർ മൂളിയത് കൊണ്ടാണല്ലോ ചെമ്പകവല്ലികളെന്ന് തോന്നിയത്. അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ ഒരു 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 ട്യൂൺ ഉപകരിക്കും. പിന്നെ ട്യൂണിനൊപ്പിച്ച് എഴുതുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഒരു ചെറിയ ഈ ചെറിയ ചതുരത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉണ്ടാവണം. അതില്ലാതെ കുറ്റം പറയുന്നവർക്ക് ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഇല്ലാതെ ട്യൂൺ ഇട്ടുകൊണ്ടാണ് പാട്ട് മോശമായെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സൂര്യകിരീടം വീഴുടഞ്ഞു എന്നും അതുപോലെ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്നും ഒക്കെ പാട്ട് എഴുതിയ വലിയ വലിയ ആൾക്കാർ, അതുപോലെ തന്നെ വയലാർ സാറ് സലിതായുടെ ഈണത്തിൽ എഴുതിയ പാട്ടുകളൊക്കെ ട്യൂണിട്ടല്ലേ. താനേ തനന്ന താനേ എന്ന് പറഞ്ഞപ്പോൾ കാട് കറുത്ത കാട് എന്ന് എഴുതിയില്ലേ. കടലിനക്കര പോണോര് അത് തനനനന താനാനേ താനാ തന്നന ടാനാനേ താ 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 എന്ന് പറയുമ്പോൾ പോയി 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 വരുമ്പോൾ എന്നൊക്കെ എഴുതണമെങ്കിൽ അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധനായിരുന്നു. ഈ ഇപ്പം ഇങ്ങനെ ട്യൂൺ പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഒരു ലിറിക്സ് ഉണ്ടാവുമല്ലോ. അവരിങ്ങനെ ഇങ്ങനെ തന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കൊരു ലിറിക്സ് ഉള്ളിലുണ്ടാവും. അപ്പം ഈ ലിറിക്സും പിന്നെ ഇപ്പൊ ഒരു രചയിതാവ് എഴുതുന്ന ആ ഒരു ലിറിക്കും തമ്മിൽ അവർ ഇന്നത് വേണം എന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു പരിമിതി. ചില സംഗീത സംവിധായകർക്ക് അത്തരം ചില നിർബന്ധങ്ങളുണ്ട്. പിന്നെ ഒരു ട്യൂൺ ഒരു വരി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം എന്താണ് ഉണ്ടായത്? ആദ്യം ഉണ്ടായത് വരിയാണെങ്കിൽ പിന്നെ ആ വരി ഒരു ട്യൂൺ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഞാൻ മെല്ലെ നിന്നെ കണ്ടു. ഞാൻ മെല്ലെ എന്ന് പറഞ്ഞാൽ കാണാനൊക്കില്ല, മെല്ലെ എന്നാണ്. ഞാൻ മെല്ലെ നിന്നെ കണ്ടു അല്ലേ? സംഗീത സംവിധായകൻ ആദ്യം ഒരു ട്യൂൺ ഇടുകയാണ്. തന്നെ തന്നെ ഇപ്പൊ ചിത്രയൊക്കെ ഒരുപാട് പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അറിയാം തന്നെ തന്നെ എന്നിട്ടാൽ ദൂരെ ദൂരെ എന്ന് എഴുതരുത്. അവിടെ സോഫ്റ്റ് ആണ്. മെല്ലെ മെല്ലെ ആരോ പാടി എന്ന് എഴുതാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ട്യൂണാണ് ആദ്യം ഉണ്ടാവുന്നതെങ്കിൽ ഒരു വരി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. വരിയാണ് ആദ്യം ഉണ്ടായെങ്കിൽ ആ വരിയിൽ ഒരു സംഗീതമുണ്ട്, അത് കണ്ടെത്തണം. ആര്? സംഗീത സംവിധായകൻ. തമ്മിലൊരു പരസ്പര ബന്ധവും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് ഈ പാട്ടിന്റെ ഗുണത്തിനും അതിന്റെ അഴകാഴങ്ങളൊക്കെ സാധ്യമാകുന്നത്.